അപ്പൊ നമ്മൾ പറഞ്ഞത് ഇല്ല എന്നാണെങ്കിലും ഉണ്ട് എന്നാണെങ്കിലും ഒരു കാര്യം തീർപ്പ് കൽപ്പിച്ച് വിശ്വസിക്കാനും വാദിക്കാനും ഒക്കെ അതിന് കൃത്യമായ തെളിവുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഇല്ലാതെ രണ്ടും വിശ്വസിക്കാൻ പോകണ്ട. ഓക്കെ. സംവാദശാസ്ത്രം പഠിപ്പിക്കുന്ന കിതാബായ റഷീദിയയില് ഉണ്ട് എന്ന വാദത്തിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, ഇല്ല എന്ന വാദത്തിന് തെളിവ് ആവശ്യമില്ല എന്ന് പറയുന്നില്ലേ? ഇത് പലരും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. റഷീദിയയിൽ അഥവാ ഇൽമുൽ മുനാവറ, സംവാദശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന മേഖല തന്നെ നമ്മുടെ കിതാബുകളിൽ സിലബസുകളിൽ ഉൾപ്പെടുത്തിയൊരു വിഷയമാണ്. അതിൽ മാനിയന് തെളിവ് വേണ്ട, ഇല്ല എന്ന് പറയാൻ തെളിവ് വേണ്ട എന്ന് കാണാലോ. മുദ്ദയ്ക്ക് മാത്രമേ തെളിവ് വേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിനെതിരല്ലേ റഷീദിയയിൽ പറഞ്ഞത് എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ റഷീദിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. മുദ്ദയ്ക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? അഥവാ വാദിക്കുന്ന ഒരാൾക്ക് തെളിവ് വേണം. എന്ത് വാദിക്കുന്ന ആൾക്ക്? എന്ത് വാദിക്കാനും അതിന് തെളിവ് വേണം. വാദിയാവണമെങ്കിൽ പോസിറ്റീവ് സെന്റൻസ്, മൂജബായ ഖളിയ പറയണം എന്നൊരു നിബന്ധനയുമില്ല. മൂജബയാവട്ടെ സാലിബയാവട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ ആയ എന്ത് സെന്റൻസ് വാദിക്കുന്നവനും വാദിയാണ്, മുദ്ദഴിയാണ്. അപ്പൊ ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവൻ മുദ്ദഴിയാണ്, ദൈവമില്ല എന്ന് വാദിക്കുന്നവനും മുദ്ദഴിയാണ്, അഥവാ വാദിക്കുന്നവനാണ്. വാദിക്കുന്നവനാണോ അതിന് തെളിവ് കൊണ്ടുവരാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ മാനിയ എന്ന് പറഞ്ഞാൽ ആരാണ്? തെളിവ് വേണ്ടാത്തവൻ. അവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആജ്ഞേയവാദിയുടെ മക്കാമിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അഥവാ അവന് ഇല്ല എന്ന് വാദമില്ല. നമ്മൾ ആജ്ഞേയവാദിക്ക് ആരോട് സംവാദം നടത്താമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സംവാദം നടത്താം, ചോദ്യം ചോദിക്കാം. അപ്പോൾ സംവാദം എന്ന് തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞുകൂടെങ്കിലും അത് വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. നമ്മൾ വേണമെങ്കിൽ വിശദമായിട്ട് പിന്നീട് പറയാം. ഏതായാലും ദൈവമുണ്ട് എന്ന് വാദിക്കുന്ന നമ്മളോട് തെളിവ് ചോദിക്കാം. എന്തുകൊണ്ട് ദൈവമുണ്ടെന്ന് വാദിക്കുന്നു? അപ്പോൾ നമ്മളൊരു തെളിവ് പറഞ്ഞു. ആ തെളിവിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് അതിന് പറയുന്ന ഒരാളാണ് മാനിയ എന്ന് പറയുന്നത്. അതിന് വ്യത്യസ്ത സാധ്യതകളും അതിനെതിർ സാധ്യതകൾ ചോദ്യം ചെയ്യുക. അവനൊരിക്കലും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ട് എന്നതിന് നമ്മൾ തെളിവ് പറയുമ്പോൾ, ഇപ്പം മനുഷ്യനൊക്കെ ഇവിടെ രൂപപ്പെട്ടില്ലേ, അതുകൊണ്ട് ദൈവമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് പരിണാമത്തിലൂടെ ആയിക്കൂടെ എന്ന സാധ്യത മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ആ തെളിവിനെ ചോദ്യം ചെയ്യാണ്. അവൻ ആണ് മാനിയ എന്ന് പറയുന്നത്. അവന് ദൈവമില്ല എന്ന് വാദമില്ല, ഉണ്ട് എന്നും വാദമില്ല. ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവനാണ് മാനിയ. അത് രണ്ട് വിഭാഗത്തോടും എന്ത് ചെയ്യാം? അവന് ചോദ്യം ചെയ്യാം. ദൈവമില്ല എന്ന് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തമുണ്ട്, അതുകൊണ്ട് ദൈവമില്ല എന്നാണ് അവർ തെളിവ് പറയുന്നതെങ്കിൽ, ദൈവം പരിണാമത്തിലൂടെയാണ് സൃഷ്ടികളെ പടച്ചതെങ്കിലോ എന്ന് ഇയാൾക്ക് തിരിച്ചു ചോദിക്കാം. ഓക്കെ, ദൈവം പരിണാമത്തിലൂടെ മനുഷ്യനെ പടച്ചതാണെങ്കിലോ അല്ലെങ്കിൽ ജീവജാലങ്ങളെ പടച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മാനിയാണ്. അപ്പോ ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന എത്തിയിസ്റ്റ് അവൻ മുദ്ദഴിയാണ്. ഓക്കെ, അപ്പൊ രണ്ട് മുദ്ദഴികളും തെളിവ് കൊണ്ടുവരണം. എത്തിയിസം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നതൊക്കെ മാനിയമല്ല, അവർ മുദ്ദഴിയും ആകും. കാരണം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോ ഏതൊരു സംഗതിയും ഉണ്ട്, ആണ് എന്നൊക്കെ പറയാൻ മാത്രം തെളിവ് മതി. അല്ല എന്ന് വാദിക്കാൻ തെളിവ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഏത് പോസിറ്റീവിനെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് തിരിച്ചും മറിച്ചും പറയാം. സാലിബേനെ മൂജബേനെ സാലിബേക്ക് ആക്കി കൊടുക്കാം. മഅദൂലത്തുൽ മഹ്മൂലും ഒക്കെ നമ്മൾ മന്തിക്കിന് കിതാബിൽ പഠിക്കുന്നതാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെയ്ദ് പണ്ഡിതനാണ്, ആലിമാണ് എന്ന് ഞാൻ വാദിക്കുന്നുവെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുവരണം എന്നാണ് പറയാം. അപ്പോൾ പണ്ഡിതനല്ല എന്ന് പറയുന്നത് തെളിവ് കൊണ്ടുവരണ്ട എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? പണ്ഡിതനാണ്, ആലിമാണെന്ന് പറയണ്ട, ജാഹിലല്ല എന്ന് പറഞ്ഞാൽ മതി. അവൻ അറിവില്ലാത്തവനല്ല, അപ്പൊ അല്ല എന്നായല്ലോ, അപ്പൊ തെളിവ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അറിവില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ അവൻ തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. മൂജബയൊക്കെ സാലിബ മൂജബയൊക്കെ ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും.
അപ്പം മൂജബ സാലിബയുടെ അടിസ്ഥാനത്തിലല്ല തെളിവ് ഉത്തരവാദിത്തം ഉണ്ടാവുന്നത്. തെളിവ് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എന്ത് ബാധിക്കുന്നു അവനുണ്ട്. പറഞ്ഞതൊക്കെ അതേസമയം ഫിഖിന്റെ കിതാബുകളിൽ മുസ്ബിത്താണ് തെളിവ് കൊണ്ടുവരേണ്ടത്, നാഫി കൊണ്ടുവരേണ്ടതില്ല, ഉണ്ട് എന്ന് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നാണെന്നൊക്കെ ഉണ്ടല്ലോ. അതായത് ഫിഖിന്റെ നിയമം എന്ന് പറയുന്നത് അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അഥവാ ഇപ്പം നമ്മൾ പറയുന്നത് പിന്നെ ലോജിക്കലായിട്ടുള്ള ഏതൊരു കാര്യവും പിന്നെ ഉണ്ട് എന്നോ ഇല്ല എന്നോ തീർപ്പ് കൽപ്പിച്ച് വാദിക്കാൻ അതിന് തെളിവ് വേണം എന്ന് ലോജിക്കലായിട്ടുള്ള സംവാദത്തിൻ്റെ നിയമമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിഖ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ഫിഖിന് അതിൻ്റെതായ ഒരുപാട് മുഖദ്ദിമകൾ, ഉസൂലുൽ ഫിഖ്, അതിന് ഒരുപാട് മുഖദ്ദിമകൾ, എന്താ പറയുക, ആമുഖങ്ങൾ നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കും. ഇപ്പോൾ ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ പിന്നെ റജബ് 10 അന്ന് ഒരു പ്രത്യേക നോമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ ഒരു ദിക്റുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ അങ്ങനെ ദിക്റിന് തെളിവ് കൊണ്ടുപോവാ. അപ്പം അയാൾ പറയാണ് തെളിവൊന്നുമില്ല, പിന്നെ അങ്ങനെ റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ടോ, നിസ്കരിച്ചു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. അപ്പം നമ്മൾ പറയും എന്നാൽ പിന്നെ അങ്ങനെ സുന്നത്തില്ല, അങ്ങനെ ഒരു നിസ്കാരവും ദിക്റും ഇല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അവൻ പറയാണ് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടില്ല എന്നുള്ള തെളിവ് കൊണ്ടുവരി എന്ന് നമ്മളോട് പറഞ്ഞ് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ റസൂലുള്ളാഹി ഓരോ റജബ് 10-നും എങ്ങനെയാണ് അന്നത്തെ മുഴുവൻ കർമ്മങ്ങൾ എന്താ ചെയ്തതെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സമർത്ഥിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോമ്പുണ്ടോ ഇല്ലേ എന്ന് അറിയൂല, എന്നാണെങ്കിൽ അറിയൂല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഫിഖ്ഹിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഉണ്ട് എന്നുള്ള തെളിവ് കൊണ്ടുവരണം. തെളിവ് കൊണ്ടുവരുന്നവരെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ്, അഥവാ ഫിഖ് എന്ന് പറയുന്നത് തന്നെ പിന്നെ നസ്സുകളിൽ നിന്ന്, നക്കിലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അഥവാ ഖുർആൻ ഹദീസുകളിൽ നിന്നൊക്കെ ഖിയാസ് ചെയ്തുകൊണ്ട് മുജ്തഹിദുകൾ പറഞ്ഞു തരുന്ന പിന്നെ ലെന്നുകളാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ പറയുന്നില്ല, പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാമല്ലോ. അപ്പോൾ പണ്ഡിതന്മാർ മീൻസ് മുത്താലിങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരം ലെന്നുകൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ട് എന്നതിന് തെളിവില്ലാത്ത, ദലീലില്ലാത്ത കാലത്തോളം നമ്മൾ ഇല്ല എന്ന് ലെന്ന് ചെയ്യുന്നു എന്നാണ് ഫിഖ്ഹിന്റെ മസല. ഫിഖ്ഹിൽ ഉണ്ട് എന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ലെന്നുകളാണ്. അത് ഈ അഖ്ലിയായ നിയമത്തെ ബാധിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം അപ്പോൾ വാദിക്കുന്നവൻ എന്തായാലും തെളിവ് കൊണ്ടുവരണം എന്ന കാര്യം സ്ഥിരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിലേക്ക്. അപ്പോൾ യുക്തിവാദികൾ അവർ നാസ്തികരാണെങ്കിൽ അവരുടെ തെളിവ് കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടുകയും തെളിവില്ല എന്നത് ബോധ്യപ്പെടുത്തി അവർ പക്കാ പിന്നെ അന്ധവിശ്വാസികളാണ് എന്ന് സമർത്ഥിക്കുകയുമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അവർക്ക് കൊണ്ടുവരാനുള്ള ചില തെളിവ് പോലത്തെ ബാലിശമായ ചില സംഗതികളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് നമുക്ക് അടുത്ത ആജ്ഞേയവാദികൾ പറയുമ്പോൾ അവരില്ല എന്ന് ഉറപ്പ് കൽപ്പിക്കുന്നില്ല. നമ്മോട് തെളിവ് ചോദിക്കുമ്പോൾ നമ്മൾ തെളിവ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള തെളിവുകളിലേക്കാണ് അടുത്ത സെഷനിൽ നമ്മൾ കടക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.